കേരളത്തിലെ അതിപ്രശസ്തമായ കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് ശിവരാത്രിയോടെ സമാപനമാകും. രാവിലെ 7-ന് പഞ്ചവാദ്യത്തോടുകൂടി കാഴ്ചശീവേലിയും 10-ന് 108 കുടം അഭിഷേകവും വിശേഷാൽ പൂജകളോടുമാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായത്. പാർവതി സമേതനായ പരമശിവനാണ് തളി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവവും. ഓംകാരധ്വനികളും വാദ്യമേളങ്ങളും നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞാടി ക്ഷേത്രവും പരിസരവും. ഭക്തിക്കും വിശ്വാസത്തിനുമപ്പുറം കോഴിക്കോടിന്റെ ചരിത്രത്തിലും തളി ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാമൂതിരിയുടെ സ്വന്തം ആരാധനാലയം കൂടിയാണ് തളി ക്ഷേത്രം. പരശുരാമൻ തപശക്തിയാൽ ശിവപാർവതിമാരെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ പ്രത്യേക പൂജകളാണ് നടക്കുന്നത്. വിവിധ പരിപാടികളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മഹാശിവരാത്രിയുടെ ദിവസം ലോകപ്രശസ്ത തായമ്പക വിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും ചേർന്നുള്ള ട്രിപ്പിൾ തായമ്പക ഒരു വിരുന്ന് തന്നെയാണ്. രാവിലെ പഞ്ചവാദ്യത്തോടു കൂടിയാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. അതിനുശേഷം ക്ഷേത്രം തന്ത്രിമാരായ ചേനാസ് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിൻ്റെയും കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിൽ 108 കുടം ധാര വിശേഷമായി ചെയ്യുന്നു. അതുപോലെ ഭക്തജനങ്ങൾക്ക് കൂവള അർച്ചന വിശേഷമായി ചെയ്യാവുന്ന സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6-ന് പ്രദോഷപൂജ, ഇളനീർ അഭിഷേകം, ദീപാരാധന, ചുറ്റുവിളക്ക് തെളിയിക്കലും നടക്കും. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് തുടങ്ങിയവരുടെ ട്രിപ്പിൾ തായമ്പക, പഞ്ചദ്രവ്യാഭിഷേകം, രാത്രി 10:30-ന് വിളക്കെഴുന്നള്ളിപ്പും നടക്കും. സ്റ്റേജിൽ വൈകിട്ട് 6:30 മുതൽ മെഗാ തിരുവാതിര, നൃത്താർച്ചന, കുച്ചിപ്പുടി, നൃത്തശില്പം, ഭരതനാട്യം എന്നിവയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.